That's called a plant kingdom. See, we have studied all kingdom. Okay, we have studied Monera, Protista, Panjay, Plantae, just like that. Then Animalia, that you will study in zoology. Then അത്രയാണോ kingdom ഉള്ളത്. പ്ലാന്റ് കിങ്ഡത്തെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതേ അല്ലേ. പിന്നെ അത് വലിയൊരു ചാപ്റ്റർ തന്നെയായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കിങ്ഡം പ്ലാന്റ്. നമ്മൾ കിങ്ഡം പ്ലാന്റിലുള്ള സബ് ക്ലാസ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഒന്ന് ആൽഗേ, മറ്റൊന്ന് ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോം, angiosperms. These are different classes belong to this group called this kingdom called the kingdom plant. ഇത് നമ്മൾ ഓരോന്നിനെ കുറിച്ചും വേറെ പഠിച്ചു കഴിയുമ്പോൾ ചാപ്റ്റർ കഴിയും. പക്ഷെ അതിന് മുമ്പ് ചില കാര്യങ്ങളെ കുറിച്ച് പറയും. അതൊന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുപോകാം. ഒരു മാർക്കിന് ചോദ്യം വരാവുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇച്ചിരി ഉള്ളൂ, ഒരു മാർക്കിന്റെ ഏരിയ, ഒരു മാർക്കുകളാകില്ല, നമുക്ക് പഠിച്ചതിന് പോകണം. അപ്പം ഇത് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കിങ്ഡം പ്ലാന്റ് ആണ്. അതിനകത്ത് ഉൾപ്പെടുന്ന ക്ലാസ്സസ് ആണ് ആൽഗേ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോം, ആൻജിയോസ്പോം. ഞാൻ വായിക്കാം. പക്ഷെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻസ്, ചില ക്ലാസിഫിക്കേഷൻ. ഒന്ന്, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. കൃത്രിമ ക്ലാസിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. പണ്ടുണ്ടായ ക്ലാസിഫിക്കേഷൻ. അതിന്റെ പൈനിയർ എന്ന് പറയുന്നത് പ്ലിനി എന്നൊരു സയന്റിസ്റ്റാണ്. പഠിക്കാനില്ല, ഞാൻ പറയുക. പ്ലിനി അദ്ദേഹമാണ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഉപജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ പറയാ, ഇവിടെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യാനുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ദിസ് ക്ലാസിഫിക്കേഷൻ ഡു നോട്ട് കൺസിഡർ ഓൾമോസ്റ്റ് ഓൾ ദ ക്യാരക്ടർ, ഒന്നിനെ കൺസിഡർ ചെയ്യത്തില്ല. ജനറൽ ക്യാരക്ടേഴ്സ്, അതായത് കോമൺ ക്യാരക്ടേഴ്സ് ആർ ഗ്രൂപ്പ് ടുഗദർ. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നടത്തിയത്. അതായത് പൊതുവെ കാണപ്പെടുന്ന ഒരു സ്വഭാവങ്ങളെ മനുഷ്യർക്ക് മാത്രമേ ക്ലാസിഫിക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും ഡീപ്പായി കൺസിഡർ ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, പറക്കാൻ കഴിവുള്ളതെല്ലാം തന്നെ ഫ്ലൈയിങ് ഓർഗാനിസംസ് എന്ന് വിളിച്ചു. പറക്കാൻ കഴിയുന്നതെല്ലാം ഫ്ലൈയിങ് ഓർഗാനിസം ആണോ തെറ്റൊന്നും തോന്നില്ല. പറക്കാൻ കഴിയാത്തതെല്ലാം തന്നെ നോൺ ഫ്ലൈയിങ് ആയിരിക്കുമല്ലോ. ഇവിടെ അദ്ദേഹം നടക്കുന്നത് ഈ കൺസിഡറിൽ അനലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ മാത്രമേ നോക്കത്തുള്ളൂ. എന്താണ് ഈ അനലോഗസ് ഓർഗൻ? എൻട്രൻസ് ഒക്കെ ചോദിച്ചോ? അനലോഗസ് ഓർഗൻ. Analogous organs are organs having same function, having different structure. ഒരേ ഫംഗ്ഷൻ ഉള്ളതായിരിക്കും, പക്ഷേ വ്യത്യസ്ത സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെയുള്ള അനലോഗസ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? പക്ഷിയുടെ ചിറക്, പക്ഷിയുടെ ചിറകിന് എന്താണ് ജോലി? പക്ഷിയെ കൊണ്ട് പറക്കാന്നുള്ളതല്ലേ? ഫംഗ്ഷൻ സെയിം ആണ്. കൊതുകിന്റെ ചിറക് ജോലി എന്ത്? പറക്കുക. വണ്ടിന്റെ ചിറക് ജോലി എന്തോ? പറക്കുക. വവ്വാലിന്റെ ചിറക് ജോലി എന്തോ? പറക്കുക. പക്ഷെ എല്ലാത്തിനും ഘടന വെവ്വേറെയല്ലേ? പക്ഷിയുടെ ചിറക് മുൻ കൈകളാണ്, ശരിയല്ലേ? കൊതുകിന്റെ ചിറകാണെങ്കിലും അതിന് പുറത്തുണ്ടാകുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്. വണ്ടിന്റെ ചിറക് ഒരു പുറന്തോടാണ്. വവ്വാലിന്റെ ചിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൈക്കും കാലിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ മെംബ്രെയിൻ സ്ട്രെച്ചിങ് ആണ്. പക്ഷെ എല്ലാത്തിനും ജോലി എന്തുവാണ്? പറക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൺസിഡറേഷൻ വഴി ജന്തുക്കളെ പറക്കാൻ കഴിയുള്ളതല്ല ഒരു ഗ്രൂപ്പ് ഇട്ടാൽ ശരിയോ തെറ്റോ? തെറ്റാണ്. വെള്ളത്തിൽ കിടക്കുന്ന എല്ലാവരും ജാതി വിളിക്കുന്നതാണ് അക്വാട്ടിക് ഓർഗാനിസം. വെള്ളത്തിൽ കിടക്കുന്ന എല്ലാ ഒറ്റ ഗ്രൂപ്പ് അക്വാട്ടിക് ഓർഗാനിസം. നമ്മളൊരിക്കൽ ശരിയാണല്ലോ. പറക്കാൻ കഴിവുള്ള എന്താണ്? പറവകൾ. അത് ശരിയാണല്ലോ, പക്ഷെ തെറ്റാണ്. പറക്കാൻ കഴിവുള്ള എല്ലാം പറവകളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവയ്ക്കെല്ലാം വ്യത്യസ്ത ഘടനയാണ് അവയുടെ ചിറകിന്. പക്ഷി പറക്കും, മുൻകാലുകൾ. കൊതുക് പറക്കും, അവയുടെ പുറം തോടിനുണ്ടാകുന്ന എക്സ്റ്റൻഷൻ. ഈച്ച പറക്കും, ഒരു പ്രത്യേക സ്ട്രക്ചറാണ്. വണ്ടുകൾ പറക്കുന്നു, അതിലൊരു പുറന്തോടിന്റെ ഒരു ഭാഗമാണ്. തുമ്പി പറക്കുന്നതിന് വേറെ ഒരു ചിറകാണ്. വവ്വാല് പറക്കുന്നതിന് വേറെ ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ഫംഗ്ഷൻ എന്താ? സെയിം. അത് മാത്രമേ നോക്കിയുള്ളൂ. വെള്ളത്തിൽ കിടക്കുന്ന എന്തെങ്കിലും അക്വാട്ടിക് ഓർഗൻസ് വിളിച്ചു. നമ്മളൊക്കെ ശരിയാണല്ലോ, പക്ഷെ തെറ്റാണ്. സസ്തനങ്ങളിൽ പലതും വെള്ളത്തിൽ കിടപ്പുണ്ട്. തിമിംഗലം ഒരു മാമലാണ്. ഡോൾഫിൻ ഒരു മാമലാണ്. വെള്ളത്തിലല്ല കിടക്കുന്നത്.
അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ തെറ്റല്ലേ? വെള്ളത്തിൽ കിടന്ന് വെള്ളത്തിലെ വായു ശ്വസിക്കുകയും വെള്ളത്തിൽ തന്നെ ജീവിക്കാൻ കഴിയുന്ന ജന്തുക്കളെ അക്വാട്ടിക് ആനിമൽ എന്ന് വിളിക്കാൻ നോക്കും. പക്ഷെ അവരുടെ കണക്കും പ്രകാരം മുതല, ആമ, ഡോൾഫിൻ, വെയിൽ ഇതെല്ലാം തന്നെ അക്വാട്ടിക് ആനിമലാണ്. പക്ഷെ ഡോൾഫിനും വെയിലും ഒക്കെ മാമൽസ് ആണ്. തവള ആംഫീബിയനാണ് അല്ലേ? അപ്പൊ വ്യത്യാസം വരും. മുതല ഇഴജന്തുവാണ്. അപ്പൊ ഇത് വ്യത്യാസം. പക്ഷെ എവിടെ കണക്കിൽ എന്ത് വരും ഒന്നിച്ചു. അപ്പൊ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് കൺസിഡറിംഗ് ആൾമോസ്റ്റ് ആൾ ദ ക്യാരക്ടർ ഒൺലി സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്. സൂപ്പർഫിഷ്യൽ ക്യാരക്ടർ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ. ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. മനസ്സിലായത്? ഋഷി ചോദിക്കുന്നു what is artificial system classification എന്ന് പറയണം. Is a classification based on superficial character without considering almost all the characters including morphology, anatomy, physiology, then extra ultra structure ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. മോർഫോളജി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഘടന, ഫിസിയോളജി എന്ന് വെച്ചാൽ ശാരീരിക ഫംഗ്ഷൻസ്, അനാറ്റമി എന്ന് വെച്ചാൽ ആന്തരഘടന, ഇതെല്ലാം നോക്കാതെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വിളിക്കുന്നവരാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത് നമുക്ക് സ്വീകാര്യമാണോ? അല്ല. കുറച്ച് കാര്യങ്ങൾ പുസ്തകത്തിലുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് 3 പോയിന്റ് ഓർത്താൽ മതി. അടുത്തത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇതിന്റെ ഉപജ്ഞാതാവായിരുന്നത് പരീക്ഷയിൽ ചോദിക്കും. അതിന് പഠിച്ചോണം. ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഈ 2 സയന്റിസ്റ്റാണ്. ജോർജ് ബെന്തമാൻ, ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഇത് പഠിക്കാത്ത ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ ബെന്തമാൻ ഹുക്കർ അത്രയും പഠിച്ചിരിക്കണം. ഹു ഇസ് ദ പൈനിയർ ഇൻ നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ? ജോർജ് ബെന്തമാന്റെ, ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. പഠിക്കൂ ബെന്തം ആൻഡ് ഹുക്കർ. ഇത്രയും പഠിച്ചാൽ മതി. യു ഹാവ് ടു സ്റ്റഡി ദിസ് ടു ഓൾഡ്. ബെന്തം ആൻഡ് ഹുക്കർ ഇല്ലെങ്കിൽ ഓർത്തിരിക്കണം. മൊത്തം ഓർത്താലും കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുക 2 എഴുതിയാലും മതി. ബെന്തം ആൻഡ് ഹുക്കർ. They are the pioneers in natural system classification. എന്തായിരിക്കും അത്? നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ ക്യാരക്ടർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ പറയാണ് എല്ലാ ക്യാരക്ടേഴ്സും, അതായത് മോർഫോളജി, അനാറ്റമി, ഫിസിയോളജി, ഇന്റേണൽ ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, റീപ്രൊഡക്റ്റീവ് നേച്ചർ, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ക്യാരക്ടേഴ്സ് നമുക്ക് ജീവജാലങ്ങൾ ക്ലാസ് ചെയ്യാൻ വേണ്ടി എടുക്കാമോ അതെല്ലാം ചേർത്തുള്ള ക്ലാസിഫിക്കേഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? Natural system classification. He is considering almost all the characters of the internal structure, external structure, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവ എങ്ങനെ ബാഹ്യമായ സ്വഭാവം കാണിക്കുന്നു തുടങ്ങി എന്തൊക്കെ എവല്യൂഷണറി ഹിസ്റ്ററി വരെ പരിശോധിക്കും. ആവിർഭാവ ചരിത്രം, ഒരു ജീവി ഏത് ജീവി ഉണ്ടായി വന്നു തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കത്തില്ല. പക്ഷെ ആരാണ് അതിനെ പൈനിയേഴ്സ് എന്ന് ചോദിക്കും. പക്ഷെ എൻട്രൻസ് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തെന്ന് ചോദിച്ചേക്കാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷൻ ആയിട്ട് പറയാം. എന്തായാലും ശരി, നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഈസ് എ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് കൺസിഡറിംഗ് ആൾമോസ്റ്റ് ഓൾ ദ ക്യാരക്ടേഴ്സ് സച്ച് ആസ് അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, then environmental characters, phylogenic system of classification, അല്ലെങ്കിൽ ഫൈലോജനിക് ക്യാരക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സ്വഭാവങ്ങൾ ജീവജാലങ്ങളിലുണ്ടോ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. ആരാണ് എന്റെ വിജ്ഞാതാക്കൾ? ജോർജ് ബെന്തമാന്റെ, ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഓക്കെ ഓക്കെ. ഇനി മറ്റൊരു സിസ്റ്റം ക്ലാസിഫിക്കേഷൻ പോവാം. Phylogenetic system of classification. Phylogenetic system of classification. Another classification. What is phylogeny? Phylogeny is the evolutionary history. The phylogeny is the evolutionary history of a particular group of living organisms. ഒരു പ്രത്യേക ജീവജാലങ്ങളുടെ ആവിർഭാവ ചരിത്രത്തെ പഠിക്കുന്നവരാണ് ഫൈലോജനി. ഇതനുസരിച്ച് ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഫൈലോജനി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒന്നുകൂടെ പറയുന്നു, വാട്ട് ഈസ് ഫൈലോജനി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫൈലോജനി ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. അപ്പൊ ചോദിക്കുന്നത് എന്താണ് ഫൈലോജനി? ഇറ്റ് ഈസ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ ജന്തുക്കളുടെ പേര് പറയാം.
അതിനകത്ത് നിങ്ങളൊരു ഒരു ഒരു ചാർട്ട് ഉണ്ടാക്കുവാണ്, ഏത് നിന്ന് ഏതുണ്ടായി എന്ന രീതിയിൽ ചാർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എഴുതാം. ലയൺ, ക്യാറ്റ്, റാറ്റ്, ഡോഗ്, ജക്കാൾ, ടൈഗർ, സ്ക്വയർ. ഇത്രയും എന്തൊരു പേര് എഴുതി വെച്ചു. ഇവിടുത്തെ പറയണം ഇതിൽ ഏത് ജീവന്റെ ഏതുണ്ടായെന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ലയൺ എഴുതാം. ലയൺ ആയിരുന്നുണ്ടായി, അവിടെ ടൈഗർ എന്നുണ്ടായത് എഴുതാം. ടൈഗർ ആയിരുന്നുണ്ടായി, ക്യാറ്റിൽ നിന്നുണ്ടായി എന്നെഴുതാം അല്ലെ. ക്യാറ്റ് ആയിരുന്നുണ്ടായി, അത് നിങ്ങൾ എഴുതുകയാണ്. റാറ്റിൽ നിന്നുണ്ടായി അത് എഴുതും. ഒരിക്കലും എഴുതത്തില്ല, കാരണം യാതൊരു കോമൺ ക്യാരക്ടറും ഇല്ല അല്ലെ. ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക്. ഈ അടുത്തെടുക്കുകയാണെങ്കിൽ ജക്ക, ചെന്നായി, അത് ഡോഗിൽ നിന്നുണ്ടായതാണ്, അങ്ങനെ എഴുതാം. ഇപ്പോഴത്തെ റാറ്റിൽ നിന്നുണ്ടായത് എന്താണ്? സ്കുറലാണ് എന്ന് പറയാം. സ്കുറലിൽ നിന്ന് മംഗൂസ് ഉണ്ടായത്. അതിനകത്തില്ല, ഞാൻ പറയുകയാണ്. മംഗൂസ് എന്ന് വെച്ചാല് കീരി, മംഗൂസ്. അപ്പൊ ഇതൊക്കെ ഇത്ര ഒരു ഗ്രൂപ്പ് ജീവജാലം എടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ആകെപ്പാട് ചേർത്ത് നോക്കുക. ആരായിരുന്നുണ്ടായി ഇങ്ങനെ പറഞ്ഞു വിളിക്കുന്ന പേരാണിത് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ദിസ് കാർഡ് ഫൈലോജനി. ഇതാണ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ജീവജാലം. ക്യാറ്റ്, ടൈഗർ, ലയൺ, ഇങ്ങനെയൊക്കെ നമുക്ക് ലെപ്പേർഡിന് ഇടാം, പുലിയിടാം അല്ലെ, കാട്ടുപൂച്ച ഇടാം, ചെമ്പിൽ കാറ്റിനെ ഇടാം. ഇതിനൊക്കെയാണ് ഇടാം. ഇടയ്ക്ക് നിങ്ങൾ പട്ടികൾ ഇടും ഇല്ല, ഇടയ്ക്ക് നിങ്ങൾ പൂച്ച കൊണ്ടുപോകാം, പൂച്ച ഇട്ടു, പക്ഷെ ഇവിടെ എലി ഇടും ഇല്ല, ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കൊണ്ട് കാപ്പി കൊണ്ടുപോകും ഇല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു പ്രത്യേക ജീവജാലങ്ങളുടെ എവല്യൂഷണറി ഹിസ്റ്ററിയാണ് നമ്മൾ പറയുന്നത്. ഇതിന് വിളിക്കുന്ന പേരെന്താണ്? ഫൈലോജനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദിസ് ഇസ് ദ ഫൈലോജനി. ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇത്രയൊക്കെ വിഷയത്തോളും ഇത്രയൊക്കെ അതിനകത്തുള്ളൂ തന്നെ. ഇനി മറ്റൊരു സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂമറിക്കൽ ടാക്സോണമി. Numerical taxonomy. It's a classification using numbers. Numbers ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. അതാണ് ന്യൂമറിക്കൽ. നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഈ നമ്പർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ക്ലാസിഫിക്കേഷനാണ്. അവിടെ കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, ഇതൊക്കെ പ്രവർത്തിക്കുന്ന നമ്പേഴ്സ് ഉപയോഗിച്ചല്ലേ അല്ലേ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷൻ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടർ. അതായത് ഇതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ നമ്പേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അതനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തും. ഇപ്പൊ കമ്പ്യൂട്ടർ തന്നെ എടുത്തു നോക്കാം. കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് ആണ്, അത് നമ്പർ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നറിയാമോ? ഓൾമോസ്റ്റ് ഓൾ ദി ക്യാരക്ടേഴ്സ് ആർ കൺവേർട്ടഡ് ടു ഡേറ്റാസ്. ഡേറ്റകളാക്കി മാറ്റിയിട്ട് ഇവയിൽ ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു പുതിയ ഒരു ജന്തുവിനെ കാണും, അല്ലെങ്കിൽ പുതിയൊരു സസ്യത്തെ കാണും. അതിന്റെ ഡേറ്റ ഈ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മറുപടി തരും. ഒരു ഐഡിയ തരാം. ഇപ്പൊ നിങ്ങളൊരു ATM കാർഡുണ്ട്, അത് കൊണ്ടുവന്നൊരു ATM മെഷീൻ അതോട്ട് ഇടുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? നിങ്ങളുടെ ഡേറ്റാസ് കൊണ്ട് റീഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ പേരന്റൽ മെമ്മറി സ്റ്റോർ, നമ്മൾ പറയുന്നത് എന്തായാലും വിളിക്കുന്നതിന്റെ ഡേറ്റാബേസ് സെർവർ, ആ സെർവറിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിനകത്തുള്ള ഈ ഡേറ്റ അതിന്റെ കംപ്ലീറ്റ് ഡേറ്റയായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളെ തിരിച്ചറിയും. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചറിയും. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് തിരിച്ചറിയും. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസം എത്ര രൂപ എടുക്കുന്നത് തിരിച്ചറിയും. ഇനി നിങ്ങൾക്ക് എത്ര ആവശ്യപ്പെട്ടാൽ തരാമെന്ന് തിരിച്ചറിയും. ഇപ്പൊ നിങ്ങൾ 25,000 ടൈപ്പ് തരത്തില്ല, പരമാവധി 10,000 ഒരു തവണ എടുക്കാനും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ആരെ കൊണ്ടേ വെക്കത്തുള്ളൂ? ഒരു കമ്പ്യൂട്ടറെ കൊണ്ടേ വെക്കും. ശരിയല്ലേ? അപ്പൊ നമ്മളെന്താ ചെയ്യുന്നറിയാമോ? ഇവിടെ എന്താണ് രൂപയെന്ന് അറിയാമോ? ഇവിടെ ഇപ്പൊ തേക്ക് മരം, പുളിമരം, അതുപോലെ മുരിങ്ങ, അതുപോലെ ചെമ്പരത്തി, അതുപോലെ തൊട്ടാവാടി, ഇതെല്ലാം വ്യത്യസ്തതകളല്ലേ. തേക്ക് മരത്തിന്റെ ഇല വലുതാണ്, മുരിങ്ങ അല്ല പുളിയുടെ ഇല ചെറുതാണ്, വേപ്പിന്റെ ഇല അതും ചെറുതാണ്, ചില വ്യത്യസ്ത ഇലയുണ്ട്. അപ്പോൾ ഈ ചെടികളെല്ലാം ഈ ഇൻഫർമേഷൻസ് അവയെല്ലാം അളന്ന് കുറിച്ച് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും. തേക്ക് ശരാശരി 10 മീറ്റർ ഉയരം, പുളിമരം ശരാശരി 5 മീറ്റർ ഉയരം, തേക്കിന്റെ ഇലയ്ക്ക് ശരാശരി നീളം 17 സെന്റിമീറ്റർ, വീതി 12 സെന്റിമീറ്റർ, പുളിമരത്തിന്റെ ഒരേക്ക് 1 സെന്റിമീറ്റർ, ഇങ്ങനെ എല്ലാ ഡേറ്റാസും എല്ലാം അളന്നെടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും.
അപ്പൊ കമ്പ്യൂട്ടർ ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കും. നിങ്ങൾ ഇങ്ങനെ പോവാണ് വനത്തിൽ കൂടെ, അപ്പൊ ഇങ്ങനെ ഓരോ മരങ്ങൾ ഇവിടെ പെട്ടെന്ന് ഒരു മരം കാണും. ഇതെന്താണെന്ന് അറിയാൻ വയ്യ, ഇതെന്ത് മരമാണ് ഒരു ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾ അതിന് നീളവും വണ്ണവും വിലയാളവും എല്ലാം എടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പറയും ദാറ്റ് ബിലോങ് ടു ദിസ് ഫാമിലി ആൻഡ് ദിസ് ട്രീ മേ ബി സിമിലർ ടു ദാറ്റ് ട്രീ. ഇത് തേക്കനോട് സാമ്യമുള്ള ഒരു മരമായതുകൊണ്ട് അതിന്റെ ഫാമിലി ആകാം. യു ഹാൻ ഈസി ടു ഐഡന്റിഫൈ ഇറ്റ്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കി ഈ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പോലീസ് ഫിംഗർ പ്രിന്റ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ, വിരലടയാളം കള്ളന്റെ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അവരുടെ കമ്പ്യൂട്ടറിന്റെ ഡേറ്റയിൽ കള്ളന്മാരുടെ എല്ലാം വിരലടയാളം സ്റ്റോർ വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് കള്ളന്മാരുടെ വിരലടയാളം ഡേറ്റ ഇന്ന് അവൈലബിൾ ആണ്, പോലീസുകാരുടെ ഉണ്ട്. എന്നിട്ട് ഇത് അങ്ങോട്ട് കൊടുക്കും, സ്കാൻ ചെയ്ത് കൊടുത്തതിനു ശേഷം മാച്ചിങ് ആവശ്യപ്പെടും. സിനിമയെ കണ്ടില്ലേ, എത്ര സെക്കൻഡിനുള്ളിലാണ് ആ മാച്ച് അല്ലെങ്കിൽ നോട്ട് മാച്ച്. മാച്ച് എന്ന് പറയുമ്പോൾ ഒരു നിലവിൽ നമുക്ക് അറിയാവുന്ന കള്ളനാണ്, അവനെ കണ്ടുപിടിച്ച ഡേറ്റ, അവന്റെ അഡ്രസ് എല്ലാം തരും, ഫോൺ നമ്പർ ഉൾപ്പെടെ തരും. വിളിക്കുമ്പോൾ ഏത് ടവർ റെഡിയിൽ ഇരിക്കുന്നത് കണ്ടുപിടിക്കാം, പോയി പിടിച്ചോണ്ട് വരും. നോട്ട് മാച്ച് എന്ന് പറഞ്ഞാൽ പുതിയൊരു കള്ളൻ ഇറങ്ങിയതല്ലേ അർത്ഥം. ഇനി പുതിയ ആളെ തിരക്കിപ്പോയാൽ മതിയല്ലോ. ഇതാണ് ധാരം കൊണ്ട് വെക്കും, ഒരു കമ്പ്യൂട്ടർ കൊണ്ട് വെക്കും. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ല? ദിസ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ calculator and computers for classification of organisms. ഐഡി കിട്ടിയല്ലോ, സ്കാൾ ന്യൂമറിക്കൽ ടാക്സോണമി. പലവണ്ണം കേട്ടോ. അടുത്തത് സൈറ്റോളജിക്കൽ ടാക്സോണമി അഥവാ സൈറ്റോ ടാക്സ്, ചുരുക്കി എന്ന് പറയാം. സൈറ്റോ ടാക്സോണമി ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് such as chromosome number, chromosome size, chromosome behavior during cell division. ഇതൊക്കെ വെച്ച് ജീവജാലങ്ങളുടെ സ്വഭാവം, ജീവജാലങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോ ഒരു ചെടി പയറിന്റെ പയറുകളുടെ ക്രോമസോം 26 പയറിന്റെ ക്രോമസോം ഞാൻ പറയുകയാണ്. പയർ വർഗത്തിലല്ല 26 ക്രോമസോം. അപ്പൊ വലുത് ചെന്നപ്പോൾ ഒരു പുതിയ ചെടിയാണ് കണ്ടപ്പോൾ പയറുമായിട്ട് വലിയ സാമ്യമൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ചില ചെടികളായിട്ട് സാമ്യം കാണിക്കുന്നു. വേറെ സാമ്യം കാണിക്കുന്ന ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയോടാണ് സാമ്യം കാണിക്കുന്നത്. പയറിനോട് സാമ്യമുണ്ട്, വെണ്ടയോട് സാമ്യമുണ്ട് ചെടി. വെണ്ടയ്ക്ക് ഇപ്പൊ 32 വെച്ചാൽ ക്രോമസോം നോക്കിയാൽ നമ്മൾ കണ്ട ചെടിയുടെ ക്രോമസോം എടുത്തപ്പോൾ അത് 26 ആണെങ്കിൽ വെണ്ടയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു പയർ ചെടിയാണ്. വെണ്ടയുടെ ഷേപ്പും ആകൃതിയും കാണിക്കുന്ന ഒരു പയർ ചെടിയാണ്. ഉറപ്പിച്ചില്ലേ? ഇല്ലേ? അപ്പൊ ജീവജാലങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് ഉപയോഗിക്കാം ക്രോമസോമിന്റെ എണ്ണം, അവരുടെ സൈസ് ആൻഡ് ദിയർ ബിഹേവിയർ ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ. ഇതെല്ലാം വെച്ച് എന്ത് ചെയ്യാം? ജീവജാലങ്ങളെ തരംതിരിക്കാം. ടാക്സോണമി ഈസ് കാൾഡ് cytotaxonomy. It's a classification based on cytological characters such as chromosome number, size and behavior of chromosome during cell division. Okay. ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ സഹായിക്കും, ജീവജാലങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. അപ്പൊ നമുക്കൊരു ജീവജാലത്തിന് ഇപ്പൊ മനുഷ്യന്റെ ഒരു സെല്ല് ഒരു പൂച്ചയുടെ സെല്ല് നിന്ന് തന്നു കഴിഞ്ഞാൽ ഏതാ സെല്ലും തിരിച്ചറിയാം എങ്ങനെയാണ്? 46 ക്രോമസോമുള്ള മനുഷ്യന്റെ ആണ്, പൂച്ചയുടെ ആണെങ്കിലും അതിന്റെ വ്യത്യാസമായിരിക്കും. അങ്ങനെ ജീവജാലങ്ങളുടെ ക്രോമസോമിന്റെ എണ്ണം വെച്ച് ജീവജാലങ്ങളെ തിരിച്ചറിയുന്ന മെത്തേഡാണ് സൈറ്റോടാക്സോണമി. അല്ലേ? എത്ര ഓർത്താൽ മതി? സൈറ്റോടാക്സോണമി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് സച്ച് ആസ് ക്രോമസോം നമ്പർ, ക്രോമസോം സ്ട്രക്ചർ ആൻഡ് ക്രോമസോം ബിഹേവിയർ ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ. ഇനി മറ്റൊന്നാണ് കീമോടാക്സോണമി. കീമോടാക്സോണമി presence of chemicals, presence and absence of chemicals. ഇപ്പൊ നിങ്ങളുടെ അമ്മ പറയാണ് പറമ്പിൽ പോയി കറിവേപ്പില കുറച്ചുണ്ടാവും. കറിവേപ്പില കുറച്ചുണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു പറമ്പിൽ കണ്ടു ചെടിയിലിരിക്കുന്നു, എല്ലാ ഏകദേശം കറിവേപ്പില പോലെ ഇരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇല പറിച്ചിട്ട് ഒന്ന് ഞെരടി ഒന്ന് മണത്ത് നോക്കും. അതിന്റെ അർത്ഥം ആ ചെടിക്കകത്ത് എന്തോ ഒരു കെമിക്കൽ പ്രത്യേകിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു മണം കിട്ടുന്നത്. ഓരോ ചെടിക്ക് ഓരോ പ്രത്യേക ഗന്ധം വരാൻ കാണാൻ ഇറങ്ങി ഓരോരോ കെമിക്കൽസ് ആണ് അല്ലെ? തുളസി ഇല തിരിച്ചറിയാൻ സംശയമുണ്ടോ? ഞാൻ ചൊറിയണോ സംശയമുണ്ടോ? തടവി നോക്കിയാൽ ചൊറി, അതിനകത്ത് കെമിക്കലുണ്ട്. അങ്ങനെ ഓരോ ജീവജാലങ്ങളിലും അതിൻ്റെതായ ചില കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അത് വെച്ചപ്പോൾ ജീവജാലങ്ങളെ തിരിച്ചറിയാം. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തിരിക്കുമ്പോൾ ഒരു കഷ്ണം ഇറച്ചി കഷ്ണം എടുത്താൽ കാണും, നിങ്ങൾ തിന്നിട്ട് പറയാം നിങ്ങൾ എന്ത് ഇറച്ചിയാ? അപ്പൊ തിന്നിട്ട് പറ. തിന്നുമ്പോൾ നിങ്ങൾ പറയാം ഇത് ചിക്കൻ്റെ അല്ല മട്ടനാണ്, അല്ലെങ്കിൽ ബീഫാണ്, അല്ലെങ്കിൽ പോത്തിറച്ചിയാണ്, അല്ലെങ്കിൽ പോർക്കാണ്, അല്ലെങ്കിൽ മത്സ്യമാണ്. നിങ്ങൾ എങ്ങനെ പറയാം? അതിന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഷേപ്പ് ഒരേ സ്ഥലത്ത് കട്ട് ചെയ്ത ഒരു കഷ്ണമായിരിക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും. കാരണം എന്താണ്? ഇറ്റ് ഹാസ് ഡിഫറെന്റ് സൈസ് ഓഫ് കെമിക്കൽസ് ഇൻ ഇറ്റ്. അങ്ങനെ സസ്യങ്ങളെ, ടാക്സോണമി ജന്തുക്കളെ, അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ സാധ്യത തരംതിരിക്കുന്ന വലിയ പേരാണ് കീമോടാക്സോണമി. ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് കെമിക്കൽസ് ഇൻ ഓർഗാനിസം.
മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ, നോട്ട് അറ്റ് ഓൾ കൺസിഡറിംഗ് എനി ക്യാരക്ടേഴ്സ്, കൺസിഡറിംഗ് ഓൺലി സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചു നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ കൺസിഡറിംഗ് ആൾമോസ്റ്റ് ഓൾ ദ ക്യാരക്ടേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ 2 പൈനിയേഴ്സ് ആണ്. അതൊക്കെയാണ് ഒന്ന് ബന്ധം, മറ്റൊന്ന് ഹൂക്കർ. ബന്ധം ആൻഡ് ഹൂക്കർ, ജോർജ് ബന്ധം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫൈലോജനി. പിന്നെ പറഞ്ഞു എന്താണ് ഫൈലോജനി? ഇറ്റ് ഈസ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. അത് നമ്മൾ പഠിച്ചു കീമോ ടാക്സോണമി, അതിന് മുമ്പ് സൈറ്റോ ടാക്സോണമി, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ number of chromosome, behavior of chromosome during cell division and structure of chromosome, അല്ലെങ്കിൽ size of chromosome. That is chemotaxonomy is a classification based on the presence and absence of certain chemicals, alkaloids, etc. etc. All these classifications are called chemotaxonomy. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പായിട്ട് നമ്മൾ വിഭജിക്കുന്നു So that we can study in the next video, and you can see this video many times and make it control. ഇതിപ്പോ പഠിച്ച് ഏതിൽ നിന്നും 1 മാർക്കിന് വരത്തുള്ളൂ പരീക്ഷയ്ക്ക്. മിക്കപ്പോഴും ആരാണ് നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷന്റെ പൈനിയർ, അതായത് ചോദിക്കും. എങ്കിൽ ബാക്കിയെല്ലാം പഠിച്ചു വെക്കണം. പിന്നെ എൻട്രൻസ് ലെവലൊക്കെ ഇതിന് ചെറിയ ഏരിയാസ് വരും. കാരണം തിയറിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ആകെ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ എൻട്രൻസ് ചോദിക്കും. ഞാൻ ഡിസ്കഷൻ നടത്തുക പറഞ്ഞു.